ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ജോൾസി മമ്മി വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ ചമ്മന്തി ആയിട്ടാണ്. ആ ചമ്മന്തി മാത്രം മതിയിട്ടാണ്, നമുക്ക് ചോറുണ്ണാനായിട്ട് വേറെ കറികളൊന്നും വേണ്ട. അത് സ്പെഷ്യൽ ചമ്മന്തി എന്ന് പറയുന്നത് കൊടംപുളി ചുട്ടരച്ച ചമ്മന്തിയാണ്. എത്ര പേർക്കറിയാം ഇതിന്റെ കാര്യം? അറിയണവരൊന്ന് കമന്റ് ബോക്സിൽ ഇടണേ. പിന്നെ ഈ കൊടംപുളിക്കില്ലേ ഒരുപാട് ഗുണങ്ങളുണ്ട്. പണ്ടത്തെ കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടേക്കണ്ടാണ്. പണ്ട് ഈ പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ ഉണ്ടല്ലോ, ഈ കൊടംപുളി ചുട്ട് ചമ്മന്തി അരച്ചിട്ടാണ് കൊടുക്കുക. വയറ് പെട്ടെന്ന് ഉണങ്ങാനും വയറിന് അസുഖമൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കും തന്നിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാർ വായോ, നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യം തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ല കനലിൽ ചുടാൻ വെക്കണം. ചെറുതായിട്ട് കനലാവാൻ വേണ്ടിയിട്ടൊന്ന് ഊതി കൊടുക്കണം കേട്ടോ. ചുട്ട തേങ്ങ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി കുറച്ച് ചുവന്നുള്ളി ഇതുപോലെ തന്നെ കനലിൽ ചുട്ടെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 5-6 വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും കൂടി ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതാണ് നമ്മുടെ മെയിൻ താരം, പച്ച കൊടംപുളി. ചുട്ടതെല്ലാം കൂടി മിക്സിയിൽ അടിച്ചെടുക്കുക. മുളകിട്ട കാര്യം പറയാൻ ഞാൻ മറന്നുപോയത്. ചമ്മന്തി റെഡി ആയിട്ടാ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ചമ്മന്തി? എല്ലാവർക്കും ഇഷ്ടമായെങ്കിലേ ജോൾസി മമ്മിക്ക് കമന്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരണം, മറക്കരുത് കേട്ടോ.